ഇതാണ് നമ്മുടെ ഐറ്റം. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, ചെതുമ്പിന് കളയാം. ഫിഷ് പൊള്ളിച്ചതിനുള്ള മസാല അടിക്കണം. അപ്പോൾ നമുക്ക് സവോള വേണം. സവോള ഇപ്പം എന്ത് കറിയാണെങ്കിലും എന്തുണ്ടാക്കാനാണെങ്കിലും ചെറിയുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചെറിയുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ഡാമിൽ നിന്നുള്ള പുള്ളി ഫിഷാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ഫിഷിൻ്റെ പേരാണ് കട്ട്ല. ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഫിഷിനെ നമുക്ക് ഒന്നുകൂടെ നൈസായിട്ട് ഡിസൈൻ കൊടുക്കാം. ഇതൊന്ന് നൈസായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, ആദ്യം കുറച്ച് കുടംപുളി ഇട്ട് വെച്ച വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം കുറച്ച് പാത്രത്തിൽ ഒഴിക്കാം. വെള്ളം ആദ്യം ഒഴിക്കുന്നത് എന്താണെന്നറിയോ, ഒടുക്കത്തെ കാറ്റാണ് ഇവിടെ. ആ കാറ്റ് പറന്നു പോയിരിക്കാനാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചിടുക. ലേശം മുളക് പൊടി, ലേശം ഉപ്പ്, ഇച്ചിരി പുളിവെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് ഫിഷ് എടുത്തിട്ട് ഫിഷിൽ തേച്ച് പിടിപ്പിക്കാം. പിന്നെ കാറ്റല്ലേ, നല്ല കാറ്റാണ്. ഇതിൻ്റെ അന്തറിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഈ സൈഡ് തേക്കാൻ തന്നെ ആയല്ലോ. അപ്പോൾ നമ്മൾ മീനിനെ നന്നായിട്ട് കുളിപ്പിച്ച് മേക്കപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സാധനം നമുക്കിനി സെറ്റാക്കാം. ഇനി കുക്ക് ചെയ്തെടുക്കാം ഫുള്ള്. ഓക്കെ, അപ്പോൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് മസാല അടിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, പിന്നെ ബീൻസ്, പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, സബോള എടുത്തിട്ടുണ്ട്, ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് നമ്മുടെ ഒത്തൽമുളക്, ചുവന്ന മുളക് അതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപാടി പടപടയും തീർക്കാം. കമാ, കുറച്ച് എണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇഞ്ചി, നമുക്ക് വെളുത്തുള്ളി ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതൊന്ന് നൈസായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ
നമുക്ക് സവോളയും ചെറുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ആസ് യൂഷ്വൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ് നല്ലോണം ആവേണ്ട ആവശ്യമില്ല. കുറച്ചൊന്നായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാനുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യം നമുക്ക് ആഡ് ചെയ്യേണ്ടത് മുളക് പൊടി. മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഫിഷ് ആയതുകൊണ്ട് തന്നെ ഉലുവപ്പൊടി. ഉലുവ എന്ന് പറഞ്ഞാൽ ഇത് വറുത്ത് പൊടിച്ചതാണ്, അതാണ് കളറിങ് ഇരിക്കുന്നത്. അപ്പോൾ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. മസാല ഏകദേശം ആയിട്ടുണ്ട്. ആ പുളിയും എല്ലാം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ബനാന ലീഫിൽ റാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം. അപ്പം അടിയിൽ കുറച്ച് മസാല ഇടാം. എന്നിട്ട് നമ്മുടെ ഫിഷ് അതിന് മുകളിൽ വെക്കാം. എന്നിട്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് മസാല ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാം. നമ്മൾ മസാല കുറച്ച് അകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ. കാറ്റൊരു ഒന്നും സമ്മതിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള മസാലയൊക്കെ ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. നമുക്കുള്ള അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. മതി. ഇത് നമുക്ക് പൊതിഞ്ഞ് കെട്ടാം. നമുക്ക് ഇനി തവ ഇതിൽ വെക്കാം. അടുത്തടി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. വേവട്ടെ അവിടെ. ഒരു സൈഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അയ്യോ,
ഈ സൈഡ് നന്നായിട്ടാവട്ടെ. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അത് ഇല കത്തിയേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കഴിച്ച് നോക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് സെറ്റായിട്ടുണ്ട്. അയവ വരട്ടുണ്ട്. അയവ പൊളി. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മസാലയാണ്. ഉണ്ടോ? നമുക്ക് കുറച്ച് കഴിച്ചു നോക്കണ്ടേ? പിന്നെ വേണ്ടേ? ഇതുണ്ടോ? കണ്ടോ? ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ? ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ മുള്ളുണ്ട്. മുള്ളെടുത്ത് ഇങ്ങനെ മാറ്റണം. എന്നിട്ട് എങ്ങനെയുണ്ട്? പൊളി. പൊളിക്കാം. ഒരു മിനിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ. പുതിയ പുതിയ വീഡിയോസ്, വെറൈറ്റി വീഡിയോസ് വരുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.